നമ്മൾ അങ്ങനെ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനമായി കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെയെങ്കിലും നിങ്ങൾ ഈ മുഴുവൻ വീഡിയോ ഒന്ന് കാണുക. മുഴുവൻ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്മാർട്ട് ഫോൺ ലഭിക്കേണ്ടത് എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പം സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർക്കായി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ. ഇനി 8 ആഴ്ച കൂടുമ്പോൾ ഓരോരോ സമ്മാനങ്ങൾ, സ്മാർട്ട് ഫോൺ 8000 രൂപയിൽ കൊടുക്കാൻ പറ്റുന്ന സമ്മാനങ്ങളെല്ലാം നമ്മൾ കൊടുത്തു തീർക്കാൻ പോവുകയാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംഭാരം, കുസൃതി ചോദ്യം. കണക്ക് എങ്ങനെയുണ്ട്? താല്പര്യമുണ്ടോ? കുഴപ്പമില്ല, മാത്സിന്റെ ടീച്ചറാണ്. മാത്സിന്റെ ടീച്ചറാണ്, അപ്പൊ കറക്റ്റ് ആളുടെ അടുത്താ ചോദിക്കുന്നത്. ഹലോ, നമസ്കാരം. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കുസൃതി ചോദ്യം. 5 ചോദ്യത്തിൽ 5 എണ്ണം കറക്റ്റ് ആക്കുകയാണെങ്കിൽ അവർക്ക് 500 രൂപ കിട്ടും. 4 എണ്ണം ആണെങ്കിൽ അവർക്ക് 250 രൂപ. 3 എണ്ണം ശരിയാക്കുകയാണെങ്കിൽ 100 രൂപയും. സ്വന്തം പേര് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ജീവി. സ്വന്തം പേരോ? ഒത്തിരി അങ്ങ് ആലോചിച്ച് പോരുത്. ഏതായിരിക്കും? സ്വന്തം ഇംഗ്ലീഷാ മലയാളം? സ്വന്തം പേര് ഒന്ന് പറ. പിന്നെ കിട്ടുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാക്ക. ഓ അയ്യോ, കാക്കയാണ് ഉത്തരം. മൃഗങ്ങളല്ലേ? ഓക്കെ. വെളുക്കുമ്പോഴും കറക്കുമ്പോഴും വെളുക്കുന്നതുമായ വസ്തു ഏതെന്ന് പറയാമോ? വെളുക്കുമ്പോൾ ബ്ലാക്ക് ബോർഡാണ്. ബ്ലാക്ക് ബോർഡാണ്. ഞാൻ പറയില്ല, വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്നോടെ ഞാൻ പറയാം ചോദ്യം. വെളുക്കുമ്പോൾ കറക്കുമ്പോൾ വെളുക്കുന്നതും ആയ വസ്തു ഏതാണ്? വസ്തു ജീവിയല്ലോ. ജീവിയല്ലോ. വസ്തു ജീവിയല്ല, നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് എല്ലാ ദിവസവും. ക്ലൂ ഇതാണ്, എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന സാധനം. വെളുക്കും തോറും കറക്കും. വെളുക്കുമ്പോഴും കറക്കുകയും കറക്കുമ്പോഴും വെളുക്കുകയും ചെയ്യുന്ന വസ്തു. പാല്. ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോൾ എനിക്ക് തോന്നി. ഓ, എന്റെ കയ്യിൽ നിന്ന് പോയതാ. ഓക്കെ, അപ്പൊ 2 എണ്ണത്തില്ലാത്ത ഒരെണ്ണം ശരിയാക്കിയിരിക്കുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം ഏതാണ്? തൊലി കളഞ്ഞാല് പേര് മാറുന്ന സാധനം ഏതാണ്? എന്താ പിന്നെ അറിയോ? തൊലി കളഞ്ഞാൽ പേര് മാറുന്ന പാവയ്ക്കാണ്. പാവയ്ക്കല്ല. തൊലി കളഞ്ഞാൽ പേര് എല്ലാം നമുക്ക് അറിയാവുന്ന സാധനങ്ങളാണ്. നിങ്ങൾ പറയുമ്പോ ഓക്കെ കിട്ടാനാണ് പാടില്ലേ? തൊലി കളയുമ്പോ പേര് മാറും. അല്ല, അറിയില്ല. നെല്ല്. അത് കിട്ടില്ലായിരുന്നു. കിട്ടൂലല്ലേ? ഓക്കെ. കണക്ക് എങ്ങനെയുണ്ട്? താല്പര്യമുണ്ടോ? കുഴപ്പമില്ല, മാത്സിന്റെ ടീച്ചറാണ്. മാത്സിന്റെ ടീച്ചറാണ്, അപ്പൊ കറക്റ്റ് ആളുടെ അടുത്താ ചോദിക്കുന്നത്. ഓക്കെ. ജോമെട്രി ക്ലാസ്സിൽ കണക്കുമാഷിനെ സഹായിക്കുന്ന 2 പെൺകുട്ടികൾ ആരല്ല? 2 പെൺകുട്ടികളാ? ജോമെട്രി ക്ലാസ്സിൽ കണക്കുമാഷിനെ സഹായിക്കുന്ന 2 കുസൃതി ചോദ്യമാണ്. 2 പെൺകുട്ടികൾ ആരല്ല? സൈനും ടാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അത് പെൺകുട്ടികളാണ്. അപ്പം ഒരു ജോമെട്രി ക്ലാസ്സിൽ നിങ്ങൾ കൊറേ വള്ളി ഇറങ്ങിയത്. എളുപ്പമാണ്, ഉത്തരം പറഞ്ഞു കേൾക്കുമ്പോ വിചാരിക്കും. 2 പെൺകുട്ടികളുടെ പേര് ആലോചിക്കുക. കണക്ക് പരമായിട്ടുള്ള ജോമെട്രി വരയ്ക്കുന്നതായിട്ടല്ലേ? ഇല്ല, കിട്ടുന്നില്ല. അത് പെട്ടെന്ന് ആലോചിച്ചിട്ട് കിട്ടാത്തതാ. പറയട്ടെ? ബിന്ദു രേഖ. പോയിന്റും ലൈനും അല്ലേ? ബിന്ദു രേഖ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നോക്കാം. ഭാരം കൂടിയ പാനീയം ഏത്? ഭാരം കൂടിയ പാനീയം ഏത്? വെള്ളം. ഫുള്ള് ടീച്ചറിന്റെ ലെവലാ ചിന്തിക്കുന്നത്, അതാ പ്രശ്നം. ഭാരം കൂടിയ പാനീയം എന്താ പിന്നെ? വെള്ളമല്ല, പാനീയമാണ്. അല്ല, കിട്ടുന്നില്ല. സംഭാരം. ഓക്കെ, ആണല്ലേ? ആയിക്കോട്ടെ, താങ്ക് യു. ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഭാരം കൂടുന്ന പാനീയം. ഭാരം കൂടുന്ന പാനീയം ഏതാണ്? പാനീയം.
കുസൃതിയാണ്. കുസൃതി ചോദ്യാണേ, കുസൃതി ചോദ്യം കിട്ടുന്നില്ലല്ലേ? ഇല്ല, ലെവല് മാറുക. സംഭാരം, സംഭാരം, ഭാരം ഉണ്ടല്ലോ. ഓക്കെ, മനസ്സിലായില്ലേ? എത്രത്തോളം വെളുക്കുന്നുവോ അത്രത്തോളം വൃത്തികേടാകുന്നത് എന്താണ്? എത്രത്തോളം വെളുക്കുന്നുവോ അത്രത്തോളം വൃത്തികേടാകുന്നത് എന്താണ്? വൃത്തികേടാവുക. അത് നിങ്ങൾ ആലോചിക്കാത്തോണ്ടാ. വെള്ള ഡ്രസ് അല്ല. ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയാന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അറിയാം, അതെനിക്കറിയാം. കിട്ടുന്നില്ല? ക്ലൂവോ? നിങ്ങളെല്ലാരും ഇത് കണ്ടിട്ടുണ്ട്. നിങ്ങളെല്ലാപ്പോഴും എന്താ പറയാ, കണ്ടിട്ടുണ്ട്. നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. മുടിയല്ല. വൃത്തികേടാവും. നരയല്ലല്ലോ, അത് വൃത്തികേടാവില്ല. കിട്ടുന്നില്ല? ഇല്ല. ബോർഡ് ഇല്ലേ? എന്നിട്ട് വായിച്ച് എന്താ പറയാഞ്ഞേ? ഇപ്പൊ മനസ്സിലായില്ലേ? 2 ചോദ്യം കഴിഞ്ഞിരിക്കുകയാണേ. സ്വന്തം പേര് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവി. സ്വന്തം പേര് കാക്ക. കറക്റ്റ് ഉത്തരം, കറക്റ്റ് ഉത്തരം. ഓക്കെ, അപ്പോ ഇപ്പൊ എത്രയായി? 1 3 എത്ര? 3 4 3 ചോദ്യം. 3 ചോദ്യത്തിനകത്ത് ഒരെണ്ണം ശരിയാക്കിയിരിക്കുകയാണ്. ഓക്കെ, 2 എണ്ണം കൂടെ ഉണ്ട്. 2 എണ്ണം കൂടെ ശരിയാക്കിയാൽ പൈസ ഉണ്ട്. ഓക്കെ, ഇത് എളുപ്പമുള്ള ചോദ്യമാണ്. ഒഴുകാൻ കഴിയുന്ന അക്കം ഏത്? ഒഴുകാൻ കഴിയുന്ന അക്കം. അക്കം, അക്കം. നമ്പർ. ഒഴുകാൻ കഴിയുന്ന അക്കം പറഞ്ഞോ? ഏതായാലൊക്കെ പറ. 6. കറക്റ്റ് ഉത്തരം. ഞാൻ കേട്ടില്ലല്ലോ, അത് ഞാൻ കേക്കണ്ടേ? 6 ഒഴുകി പോന്നേ. ഒരു മുത്തശ്ശിക്ക് മൈദ പൊടിക്കാൻ ഒരു പുഴ കടക്കണം. ഓക്കെ, പക്ഷെ അവിടെ ഒരു തോണി പോലും ഇല്ല. ആ മുത്തശ്ശി എങ്ങനെ പുഴ കടന്നു പോകും? കറക്റ്റ് ഉത്തരം. 100 രൂപ കിട്ടി. മൈദ പൊടിക്കൂലല്ലോ. അത് ശരി, വെറുതെ തന്നേനിപ്പോ ക്യാഷ് പ്രൈസ് കിട്ടിയില്ലേ? ഓക്കെ, താങ്ക്സ്. 100 രൂപ ഇട്ടിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ വരും. ഭാരം കൂടിയ പാനീയം ഏതാണ്? കുസൃതി അല്ലേ? കുസൃതിയാ. ഭാരം കൂടിയ പാനീയം. ലാസ്റ്റ് നിയം വരും. അതല്ല, ഭാരം കൂടിയ പാനീയം. വരും. അതാണ് കിട്ടുന്നില്ല. ഭാരം കൂടിയ പാനീയം. ക്ലൂ ഉണ്ടോ? ക്ലൂ നമ്മള് എപ്പോഴും നമുക്കറിയാവുന്ന ഒരു സാധനമാണ്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അല്ലല്ല, ഭാരം കൂടിയ പാനീയം. പറയട്ടെ? 4 അവസരം കൂടെ ഉണ്ട്. സാരമില്ല. സംഭാരം. സംഭാരം. കുസൃതി ചോദ്യം. നിങ്ങൾ അങ്ങനെ കടന്ന് ചിന്തിക്കരുത്. ഇപ്പൊ മനസ്സിലായില്ലേ? സംഭാരം. ഓക്കെ, അപ്പം ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, കണക്കിൽ എങ്ങനെയാ? നല്ല കണക്കാ. ഓക്കെ, അന്നാ ജോമെട്രി ക്ലാസ്സിൽ കണക്ക് മാഷിനെ സഹായിക്കുന്ന 2 പെൺകുട്ടികളുടെ പേര്. ജോമെട്രിക്കലോ? പെൺകുട്ടികൾ ആരല്ല? പെൺകുട്ടികൾ. നമ്മള് യൂസ് ചെയ്യണേല് പെൺകുട്ടികളുടെ പേരാ. പെൺകുട്ടികൾ, അതായത് കണക്ക് മാഷിനെ സഹായിക്കുന്ന, അതായത് ജോമെട്രി ക്ലാസ്സിൽ മാഷിനെ സഹായിക്കുന്ന 2 പെൺകുട്ടികളുടെ പേര്. ഒരു പെൺകുട്ടികളുടെ പേര് ആയിരിക്കും അത്. നമ്മള് രാജു രാധാക്ക അതെ, കണക്കായിട്ട് ബന്ധമുള്ള മാത്സിൽ യൂസ് ചെയ്യണം എന്തെങ്കിലും. അതെ, ജോമെട്രിക്. അതെ, കുസൃതിയാണ്. കിട്ടുന്നില്ല. സാരല്ലാന്ന്. ഇനി 3 എണ്ണം കൂടെ ഉണ്ട്. പറയട്ടെ? ബിന്ദു രേഖ. ഓ, അത് ശരി. അതാണ് ബിന്ദു രേഖ. ഈ ലെവലിൽ ചിന്തിക്കിട്ടാ. എല്ലാരും ഒന്ന് ചിന്ത കുറച്ച്. നിങ്ങൾ ഹൈ ലെവലായി പോയി. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ഇത് എളുപ്പമുള്ള ചോദ്യമാണ്, ആലോചിച്ചാൽ കിട്ടും. ഓക്കെ, ഒഴുകാൻ കഴിയുന്ന അക്കം ഏത്?
ഒഴുകാൻ കഴിയുന്ന അക്കം. ഒഴുകാൻ കഴിയുന്ന കറക്റ്റ് ഉത്തരം. അപ്പൊ കറക്റ്റ് ആയിട്ടാ. അപ്പൊ ഇത്ര ഈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി 2 ചോദ്യം കൂടെ കറക്റ്റ് ആക്കുകയാണെങ്കിൽ 100 രൂപ കിട്ടും. ഓക്കെ, ഓക്കെ. അപ്പൊ ഇനി അടുത്ത ചോദ്യമാണ്, എളുപ്പമുള്ള ചോദ്യമാണ്, ആലോചിച്ചാൽ കിട്ടും. വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതും ആയ വസ്തു ഏതാണ്? ആ, കറക്കുമ്പോ വെളുക്കും. ആ, വെളുക്കുമ്പോ കറക്കും, കറക്കുമ്പം വെളുക്കും. ഒന്നോടെ ആലോചിച്ച് നോക്ക്. എല്ലാവർക്കും അറിയാവുന്ന സിമ്പിളായിട്ടൊരു ഉത്തരമാണ്. ഇത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ലൈറ്റ്. ഇനി ഒരൊറ്റ ക്ലൂ തരാം. ഒരൊറ്റ ക്ലൂ ആണേ. ഇത് നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നുണ്ട്. ഒരൊറ്റ ഉത്തരം കൂടെ പറഞ്ഞോ, ഞാൻ കറക്റ്റ് പറയാം. ഞാൻ ഉത്തരം പറയുമ്പോ നിങ്ങൾ ആന്ന് പറയരുത്. അത് പറയരുത്. അതിനാ പറയുന്നത്. പറയട്ടെ? ആ പറയുന്നുണ്ടോ ഇനി? ഇല്ല അല്ലേ? ഇല്ല, ഒന്നൂടെ ആലോചിക്കട്ടെ. ആ, വീടിന്റെ അടുത്തുള്ള. അല്ല, കിട്ടുന്നില്ല. അതെ, സ്ഥിരമായിട്ട് പറയട്ടെ? പറയട്ടെ? പാല്. വെളുക്കുമ്പം കറക്കും, കറക്കുമ്പം വെളുക്കും. പാല്. നമ്മള് മിൽമയായിരിക്കും അല്ലേ? ഓക്കെ, എന്നാ എന്തായാലും ഒന്നോടെ ചോദിച്ചോളയാ. ഓക്കെ, അവസാന ചോദ്യം. തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം. പേര് മാറുന്ന സാധനം. അരിന്റെ അടുത്തെത്തി. നെല്ല്. നെല്ല്. 2 എണ്ണം ശരിയാക്കി. അപ്പൊ 2 എണ്ണം ശരിയാക്കി. സാരല്ല, നിങ്ങൾക്ക് സന്തോഷം. അങ്ങനെ നമ്മൾ ഒരു ഫോൺ കൊടുക്കാൻ പോവുകയാണ് അവസാനം. എങ്ങനെയാണെന്നല്ലേ? 8 ആഴ്ച കൊണ്ട് 8000 രൂപേൻ്റെ ഒരു ഫോൺ. ഇതിന് പ്രചോദനമായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓരോ ആഴ്ച 1000 രൂപ കൊടുക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, ഇവർക്കൊരു എന്താ പറയുക, ഒരു കുറച്ച് ദിവസത്തേക്ക് ചിലവാക്കാനുള്ളൊരു എമൗണ്ട് ആണല്ലോ ഞാൻ കൊടുക്കുന്നതെന്ന്. പലരും എന്നോട് പറയാറുണ്ട്, ഒരു ഫോട്ടോ അയച്ചു തരാൻ പറയുമ്പോൾ നല്ല ഫോണില്ല ചേട്ടാ, എനിക്ക് അയച്ചു തരാം. അപ്പം അതിൽ നിന്ന് ഒരു പ്രചോദനം കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 ആഴ്ച കൊണ്ട് 8000 രൂപേൻ്റെ ഒരു ഫോൺ ഒരാൾക്ക് കൊടുക്കുന്നതാണ്. അതിനെന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. ഈ ആഴ്ചത്തെ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കറക്റ്റ് ഉത്തരം പറയുകയാണെങ്കിൽ, നമ്മുടെ റീലിൻ്റെ ഈ ആഴ്ചത്തെ വീഡിയോൻ്റെ റീലിൻ്റെ താഴെ കറക്റ്റ് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ നറുക്കെടുപ്പ്, അതായത് 8ാമത്തെ നറുക്കെടുപ്പിൽ നിങ്ങൾക്ക് എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് 7ാമത്തെ നറുക്കെടുപ്പിൻ്റെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞുതരാം, അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞുതരാം. കൂടാതെ നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ 2 പേർക്ക് വാട്സപ്പിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആയിരിക്കാം ആ ഭാഗ്യവാൻ. പിന്നെ ആവശ്യമുള്ളവർക്ക്, അതായത് നിങ്ങൾക്ക് ഒരാൾക്കൊരു ഫോൺ വേണം, അതായത് നിങ്ങളുടെ ഒരു കൂട്ടുകാർക്ക് ഫോൺ വേണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അവർക്ക് തന്നെ അയച്ചു കൊടുക്കുക. കാര്യം ഫോൺ ഇല്ലാത്തവർക്ക് കിട്ടട്ടെ എന്നാണ് എൻ്റെയും താല്പര്യം. അപ്പം അതുദ്ദേശിച്ചിട്ടാണ് നമ്മൾ ആഴ്ചയിൽ കൊടുക്കുന്ന ഓരോ 1000 രൂപ നമ്മൾ 8 ആഴ്ചത്തേക്ക് മാറ്റി വെച്ചിട്ട് 8000 രൂപേൻ്റെ ഒരു ഫോൺ കൊടുക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാനായിട്ട് വന്നത്. നമ്മൾ ഒരു സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിക്കപ്പെടണം. അതിനാണ് ഞാൻ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നത്. അപ്പം 8 ആഴ്ചത്തെയാണ് പരിപാടി. ഈ 8ാമത്തെ, അതായത് ആദ്യത്തെ ആഴ്ച കറക്റ്റ് ഉത്തരം പറഞ്ഞ് ഈ 2 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നോ, വാട്സപ്പിലൂടെ 2 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതോ അവർക്കാണ് ഫൈനൽ എന്തായാലും, അതായത് ഫൈനൽ ഡ്രോയിൽ, ഫൈനൽ നറുക്കെടുപ്പിൽ എന്തായാലും പങ്കെടുക്കാൻ പറ്റും. 7ാമത്തെ ആഴ്ചയിൽ ആരൊക്കെ പങ്കെടുക്കുന്നോ അവർക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ ആഴ്ചയിൽ ചെയ്യുന്നവർക്ക് എന്തായാലും ആ ഫൈനൽ നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ പറ്റുന്നതാണ്. ഒരു ഫോൺ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ചത്തേക്കുള്ള ചോദ്യം ഇതാണ്: കറക്കുമ്പോൾ വെളുക്കുന്നതും വെളുക്കുമ്പോൾ കറക്കുന്നതുമായ വസ്തു എന്താണ്? നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീലിടുമ്പോൾ അതിൻ്റെ താഴെയാണ് കറക്റ്റ് ഉത്തരം പറയേണ്ടത്. കൂടാതെ നമ്മുടെ ഈ ഫുൾ വീഡിയോ, ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത ഈ ഫുൾ വീഡിയോ നിങ്ങൾ 2 പേർക്ക് ഷെയർ ചെയ്യുക, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ചിലപ്പം നിങ്ങൾക്കായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത്.
അങ്ങനെ മറ്റൊരു നറുക്കെടുപ്പ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം 12 പേരാണ്. എനിക്ക് മനസ്സിലാവും. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റിൽ നിന്നും നമ്മൾ ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ കമൻറ്റിലേക്ക് മാറ്റിയതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ പേര്. പക്ഷേ എന്തായാലും അവർക്കും എന്തെങ്കിലും ലാഭം വരുള്ളൂ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 പേരിൽ ഒരാൾക്ക് 1000 രൂപ കിട്ടാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആർക്കാണ് 1000 രൂപ കിട്ടിയെന്ന് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സമ്മാനം കിട്ടിയതെന്നായിരുന്നു. അത് 250 രൂപയാണ്. ഏകദേശം 12ഓളം പേരുകളാണ് കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അപ്പം ആർക്കാണ് ആ ഒരു സമ്മാനം കിട്ടിയത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പിൻ ചെയ്യാൻ പോവാണ്. ആരാണ് വിജയ് എന്ന് നോക്കാം. സ്പിൻ നടക്കുകയാണ്. ഓക്കെ, ഇദ്ദേഹമാണ് വിജയ്. ഇദ്ദേഹം ആരാണെന്ന് അറിയില്ല. ഇൻസ്റ്റാഗ്രാം ഐ ഡി ആണ്. ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അടിച്ച റെസ്പോൺസ് ഞാൻ ഇതിനകത്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവരാണ് വിജയ്. അപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് നമ്മുടെ നറുക്കെടുപ്പില്ല. പക്ഷേ പകരം അവർക്ക് എന്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്? ഒരു സ്മാർട്ട് ഫോണാണ്. നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇനി കഴിഞ്ഞ ആഴ്ചത്തെ വിജയാണ്. ഇവരാണ് കഴിഞ്ഞ ആഴ്ചത്തെ വിജയ്. അവരുടെ റെസ്പോൺസും അവരുടെ മറ്റേ പേര് വിവരങ്ങളും നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവരായിരുന്നു. നമ്മൾ ഓൾറെഡി ക്യാഷ് പ്രൈസൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇവരായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ വിജയ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം ആരൊക്കെയാണ് സ്മാർട്ട് ഫോൺ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കി കാണാം.